കേരളത്തിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജനുവരി മാസം 4-ാം തീയതി ആരംഭിച്ച് കണ്ണൂരും കോഴിക്കോടും വയനാടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും കൊല്ലവും പിന്നിട്ട് ഈ അനന്തപുരിയിലെ ഗ്രാമാന്തരങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അതിശക്തമായ വനിതാ രാഷ്ട്രീയം പൊതുരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിളാ സാഹസ് യാത്ര നടത്തി ഇന്ന് ഈ സമാപനത്തിന് എത്തിച്ചേർന്ന സംസ്ഥാന മഹിളാ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകിയ അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് ജബി മേത്തർ MP, ഈ വേദിയെ സന്നിഹിതയായിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള പ്രിയങ്കരിയായ ജനറൽ സെക്രട്ടറി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീമതി ദീപാദാസ് മുൻഷിജി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, ശ്രീ അൻവർ സാദത്ത് MLA, മുൻ മന്ത്രി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ VS ശിവകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശക്തൻ നായർ, KPCC വൈസ് പ്രസിഡന്റ് ശ്രീ PP സജീന്ദ്രൻ XMLA അടക്കം സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ, ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, വേദിയിലേക്ക് കടന്നു വരുന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ MLA ശ്രീ ജോസഫ് ആഴക്കൻ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ ആദരണീയരും പ്രിയപ്പെട്ടവരുമായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തി എഴുതുന്ന ഒരു യാത്രയാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നടത്തിയത്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, സ്ത്രീവിരുദ്ധ നയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിച്ച ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ശ്രീ പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു, കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും വാക്കത്തിയും തലേണ കീഴിൽ വെച്ച് ഉറങ്ങാതിരിക്കാൻ LDF വോട്ട് ചെയ്യണമെന്ന്. കുറെ ആളുകൾ വിശ്വസിച്ചു, വോട്ട് ചെയ്ത് 2 പ്രാവശ്യം അവരെ കൊണ്ടുവന്നു. ഇപ്പോൾ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്ന നാടായി ഈ കേരളത്തെ പിണറായി വിജയന്റെ ഭരണം മാറ്റിയിരിക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു ചെറു നടപടി പോലും എടുക്കാറില്ല. പ്രത്യേകിച്ചും CPM-കാരോ അവരുടെ ഇഷ്ടക്കാരോ കേസിൽ പ്രതിയായാൽ ഒരു FIR പോലും ഇടത്തില്ല. FIR ഇട്ടാൽ പോലും കേരള പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഓരോ കാര്യങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കി. ഈ ഓണക്കാലത്ത് വെള്ള പണയം വെച്ച് ആ വെളിച്ചെണ്ണ വാങ്ങിയത്. കഴിഞ്ഞ ഓണക്കാലത്താണെങ്കിൽ ഗോദ്രേജ് പൂട്ടിട്ട തക്കാളി നമ്മൾ പൂട്ടി വെച്ചത്. ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെയും വില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല പറയും, എന്റെ ചേട്ടൻ ഭരിക്കുന്ന നാട്ടിൽ വിലക്കയറ്റമില്ല. അവർക്ക് വിലക്കയറ്റമില്ല. കാരണം എവിടുന്നൊക്കെയാ പണം? സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, പനയോല പായ കടത്ത്, ഏതെല്ലാം വഴിക്ക് കോടികൾ. കുനിഞ്ഞിട്ട് കുപ്പയെടുക്കാത്ത പിണറായി വിജയന്റെ മോള് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ മാസം ഈ സംസ്ഥാനത്തെ വലിയ മുതലാളിമാർ, കുത്തക മുതലാളിമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്താലും, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊരു മഴ പെയ്ത് മരുമോൻ ഉദ്ഘാടനം തിങ്കളാഴ്ച, ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരുന്ന 5.5 കോടിയുടെ റോഡാ ഒലിച്ചു പോയത് അല്ലേ? മരുമോൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. കേന്ദ്ര സംസ്ഥാന സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേന്ദ്രത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കേണ്ടതാണെങ്കിൽ പോലും സംസ്ഥാന വികസനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നാഷണൽ ഹൈവേയുടെ 50% നമ്മളും കൂടി കൊടുത്ത് ചെയ്യുന്നു. ആ നിലയ്ക്ക് ഹൈവേ പണി തുടങ്ങി. എത്ര ആളായി തുടങ്ങിയിട്ട്? മരുമോ വന്നതിന് ശേഷം പിന്നെ ചെയ്യുന്നത് നാഷണൽ ഹൈവേയുടെ പണി എവിടെങ്കിലുമൊക്കെ ഏകദേശം ആവുന്നോ അങ്ങോട്ട് ഇന്ന് റീൽസ് ഇടുക. റീൽസ് ഇടാൻ എത്ര ചെലവ്? 39 ലക്ഷം കണക്ക് വന്ന ഒരു റീൽസിനെന്ന് ആ രീതിക്കാ കണക്ക് വന്ന്. എന്തായാലും PR വർക്കിന് അമ്മയച്ചനും മരുമോനും ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിക്കുന്ന പാലങ്ങളും റോഡുകളും തകർന്നു വീഴുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. കൂളിമാട് പാലം തൊട്ട് ഈ മരുമോ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ പണിഞ്ഞ ഒട്ടുമിക്ക പാലങ്ങളും തകർന്നു വീഴുക. ഈ നാട് മുടിച്ചുകൊണ്ടിരിക്കുക.
പ്രിയപ്പെട്ടവരെ, ഈ ജാഥ കടന്നു വരുമ്പോ ഈ ജാഥയിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോട് ഒപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു മുദ്രാവാക്യമാണ് ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ കേരളത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രതിവർഷം 10% അടച്ചുപൂട്ടി, 700-ൽ പരം ബാറുകൾ അടച്ചുപൂട്ടി, അങ്ങനെ മദ്യം കുറച്ചുകൊണ്ടുവരുന്നു. അന്നിങ്ങനെ മയക്കുമരുന്നിന് ഉപയോഗം ഉണ്ടായിരുന്നോ? പക്ഷെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPM തന്നെ ആളുകളുടെ പിന്തുണയെന്ന് ചിലപ്പോഴെങ്കിലും പറയേണ്ടി വരും. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഇവിടെ സെക്രട്ടറിയുടെ തൊട്ടടുത്ത് കുന്നുകുഴിയിലാണ് CPM-ന്റെ അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ കർണാടക സർക്കാർ വന്ന്, കർണാടക പോലീസ് വന്ന് ചെവിക്ക് തൂക്കിയെടുത്ത് കർണാടകയിലെ പരപ്പനഹാര ജയിലിൽ കൊണ്ടുപോയിട്ടത് കർഷക സമരം നയിച്ചതിന്റെ പേരിലല്ല, മറിച്ച് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട കേസിലാണ്. നമ്മൾ കണ്ടതല്ലേ, ഈ പ്രതിഭ MLA-യുടെ മകൻ കനിവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ അത് കണ്ടുപിടിച്ചിട്ട്, പക്ഷേ ആ കഞ്ചാവ് കേസ് ഗ്രാം 300 കുറഞ്ഞ് 30 അവസാനം MLA-യുടെ മോൻ പ്രതിസ്ഥാനത്ത് പോലും ഇല്ല. പിടിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി ആ മനുഷ്യനിപ്പോ പറഞ്ഞു നടക്കാന്നാ കേൾക്കുന്നത്. ഈ സംസ്ഥാനത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റിയത് ഈ സെക്രട്ടേറിയറ്റ് അകത്തിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പണക്കൊതി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് കേരളത്തിലെ ജനത സംശയിക്കുമാണ്. അത്രമേൽ പോലീസിനെ എക്സൈസിനെ നിർവീര്യമാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബിക്ക് കേരളത്തെ അടിയറ വെച്ചതുകൊണ്ടാണ് ഇത്രയേറെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടക്കുന്നത്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം നടക്കുന്നത്. അതൊന്നും തടയുവാൻ ഈ സർക്കാർ ചെറുവിരലനക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ള പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം. കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കിട്ടിയ മക്കളോ കൊച്ചുമക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കൈ ഉയർത്തുക. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ PSC വഴി ജോലി? ഞങ്ങൾ കേരളം മുഴുവൻ ചോദ്യം ചോദിക്കുമ്പോ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനം പറയുന്നു തൊഴിൽ കിട്ടുന്നില്ല. ഈ സെക്രട്ടേറിയറ്റ് നട എത്ര ചെറുപ്പക്കാരുടെ മുട്ടിൽ നിന്നുള്ള സമരം, ഉപ്പിന് മുകളിൽ നിന്നുള്ള സമരം, ആത്മഹത്യാ ശ്രമങ്ങൾ അടക്കം നടത്തിയ നിരവധി സമരങ്ങൾ നടത്തിയിട്ട് അവർക്കാർക്കും ജോലി കൊടുക്കുന്നില്ല. ജോലി കൊടുക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും. ഈ സെക്രട്ടേറിയറ്റിലെ എത്ര മന്ത്രിമാരുടെ ഭാര്യമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാരാ, അവരൊക്കെ എഴുത്തു പരീക്ഷ എഴുതുമ്പോൾ പുറകിലായിരിക്കും. പക്ഷേ ഇന്റർവ്യൂ വരുമ്പം അവരൊക്കെ മോളില. പിൻവാതിൽ നിയമനങ്ങളും കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ തല്ലിക്കടത്തിയ ഒരു സർക്കാർ BCom പാസ്സാവാത്തവന്മാർക്ക് MCom-ന് അഡ്മിഷൻ കൊടുക്കും. പരീക്ഷ എഴുതാത്ത SFI-ക്കാരെ വിജയിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടമായി കൂടി കേരളത്തിലെ ജബി മേത്തന്റെ ജാഥ മാറുമ്പോ, പരിവർത്തനത്തിന്റെ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് ഈ ജാഥ ഇന്നിവിടെ സമാപിക്കുമ്പോ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ നാന്ദി കുറിക്കുന്നു. ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ.